ഉക്രൈനിൽ പിടിയിലായ റഷ്യൻ പട്ടാളത്തിലെ ഭാരതീയനെ സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചു. വിദ്യാർത്ഥിയായി റഷ്യയിലെത്തിയ ഗുജറാത്ത് സ്വദേശി മജോത്തി സഹിൽ മുഹമ്മദ് ഹുസൈനാണ് പിടിയിലായത്. ഉക്രൈൻ്റെ മെക്കനൈസ്ഡ് ബ്രിഗേഡിന് മുമ്പിൽ ഇയാൾ കീഴടങ്ങുകയായിരുന്നു. റഷ്യയിൽ മയക്കുമരുന്നുകളുമായി പിടികൂടിയ ഇയാൾക്ക് മുന്നിൽ അധികൃതർ ഉപാധികൾ വെച്ചിരുന്നു. ഉപാധികൾ അംഗീകരിച്ചായിരുന്നു ഇയാൾ റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേർന്നത്. പിന്നാലെ ഇയാൾ ഉക്രൈൻ്റെ പിടിയിൽ അകപ്പെടുകയായിരുന്നു. വിവരങ്ങളുമായി ഐസൺ ജോസ് തുടരുകയാണ്. ഐസൺ, ഏറെ ദുരൂഹത ഉണർത്തുന്ന ഒരു അറസ്റ്റാണ്. ഒരു ഭാരതീയനെ ഇപ്പോൾ പിടിയിലായിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ വരുന്നു. കൂടുതൽ വിവരങ്ങൾ ഐസൺ. തീർച്ചയായും സുരേഷ്, ദുരൂഹത ഉയർത്തുന്നു എന്നതിനപ്പുറം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ റഷ്യൻ കൂലിപ്പട്ടാളത്തിലേക്ക് എത്തിപ്പെട്ട ഭാരതീയർ അതിലേക്ക് എത്തിപ്പെട്ട സാഹചര്യമെല്ലാം തന്നെയാണ്. ഇക്കാര്യത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ യുക്രൈൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഭാരതത്തിൻ്റെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ അക്കാര്യം വ്യക്തവുമാണ്. ഈ പിടിയിലാക്കപ്പെട്ട ആളുടെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നതിന് വേണ്ടി അവിടെ എത്തി വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടി എത്തിയതിന് ശേഷം അവിടെ വെച്ച് റഷ്യയിൽ വെച്ച് ഇത്തരത്തിൽ മയക്കുമരുന്നുമായി ഇയാളെ പിടികൂടുകയായിരുന്നു. മയക്കുമരുന്നുമായി ഇയാളെ പിടികൂടിയതോടെ സ്വാഭാവികമായും ഒരു വിദേശിയായ ഒരു വ്യക്തി എന്ന നിലയിൽ ശിക്ഷ അനുഭവിച്ചതിന് ശേഷം ഡീപ്പോർട്ട് ചെയ്യുന്ന ഒരു നീക്കമായിരിക്കും ഉണ്ടാവുക. പക്ഷേ ശിക്ഷ അനുഭവിക്കുന്നതിന് മുന്നോടിയായി ഒരു ഉപാധി വയ്ക്കുകയായിരുന്നു. ആ ഉപാധിയിൽ ഒന്നുകിൽ യുക്രൈനിൽ യുദ്ധത്തിന് പോവുക, കൂലിപ്പട്ടാളമായി യുദ്ധത്തിന് പോവുക, അല്ലെങ്കിൽ ജയിലിൽ കിടക്കുക എന്നൊരു ഉപാധിയാണ് ഇയാൾക്ക് മുന്നിൽ വെച്ചത്. സ്വാഭാവികമായും ഈ ഉപാധിയിൽ അദ്ദേഹം ഈ യുക്രൈനിലേക്ക് പോകാനുള്ളൊരു തീരുമാനമെടുക്കുകയായിരുന്നു. അവിടെ നിന്നാണ് യുക്രൈനിലെത്തുകയും യുക്രൈനിൽ ആക്രമണം നടത്തുക. അദ്ദേഹത്തിൻ്റെ ഈ അഭിമുഖത്തിൽ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന അഭിമുഖങ്ങളിലെല്ലാം തന്നെ വ്യക്തമാകുന്നുണ്ട്. തോക്ക് ഉപയോഗിച്ച് വെടിവെക്കുന്നതിന് ഒരു ദിവസം പരിശീലനം നൽകി, അതുപോലെ തന്നെ ഗ്രനേഡുകൾ എറിയുന്നതിന് ഒരു ദിവസം പരിശീലനം നൽകിയെന്നൊക്കെ ഇയാൾ പറയുന്നുമുണ്ട്. അത്തരത്തിൽ ആ പരിശീലനം നൽകിയതിന് ശേഷം നേരെ യുക്രൈനിലേക്ക് അയക്കുകയായിരുന്നു. യുക്രൈനിലെ മെക്കനൈസ്ഡ് ബ്രിഗേഡ് ഇയാളെ പിടികൂടാൻ ശ്രമിക്കാൻ അതിനെത്തിപ്പോൾ തന്നെ കീഴടങ്ങുകയും ചെയ്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വ്യക്തമാണ്. ഉക്രൈനിൽ പിടിയിലായ റഷ്യൻ പട്ടാളത്തിലെ ഭാരതീയനെ സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചു. വിദ്യാർത്ഥിയായി റഷ്യയിലെത്തിയ ഗുജറാത്ത് സ്വദേശിയാണ് പിടിയിലായത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൺ ജോസ്.